സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ബാങ്ക്രപ്സി ആയിട്ടുള്ള ഒരു പാപ്പരായിട്ടുള്ള ഒരു വ്യക്തി അവരുടെ ഡിവോഴ്സ് ആക്കപ്പെട്ട ഭാര്യക്കും ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും മെയിൻ്റനൻസ് കൊടുക്കണോ എന്നതാണ് ഇന്നത്തെ വിഷയം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, ഒരു ഭാര്യയും ഭർത്താവും ഡിവോഴ്സ് ആക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭാര്യയ്ക്ക് മെയിൻ്റനൻസ് ഈ ഭർത്താവ് കൊടുക്കണം. ഇനി മക്കളുണ്ടെങ്കിൽ മക്കൾക്കും മെയിൻ്റനൻസ് തുക ഭർത്താവ് കൊടുക്കണമെന്ന് ഉണ്ട്. എന്നാൽ ഒരു പാപ്പരായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ബാങ്ക്രപ്സി ആയിട്ടുള്ള ഒരു വ്യക്തി ഈ ഒരു ഭാര്യയ്ക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും മെയിൻ്റനൻസ് തുക കൊടുക്കേണ്ടതുണ്ടോ എന്ന് സുപ്രീം കോടതിയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവ് എന്ന് പറയുന്നത് കൊടുക്കേണ്ടതുണ്ടെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇതിന് രണ്ട് ന്യായങ്ങളാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മെയിൻ്റനൻസ്, അതായത് ഭാര്യയ്ക്കും ഇനി മക്കൾക്കും കൊടുക്കുന്ന മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിനേക്കാളും മുകളിലാണ് സുപ്രീം കോടതി പറഞ്ഞത്. കാരണം ആർട്ടിക്കിൾ 21 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് ഈ മെയിൻ്റനൻസ് കൊടുക്കുന്നത്. അതായത് റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന അതിലാണ് ഈ ഒരു മെയിൻ്റനൻസ് കൊടുക്കേണ്ട ഒരു കാര്യം വരുന്നത്. അതുകൊണ്ട് അത് ഫണ്ടമെന്റൽ റൈറ്റ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ ബാങ്ക്രപ്സി എന്ന് പറയുന്നത് പാർലമെന്റ് ഉണ്ടാക്കിയ സ്റ്റാറ്റ്യൂട്ടറി ലോ പ്രകാരം ഉണ്ടാകിയ ഒരു കാര്യമാണ്. അതായത് സർഫാസി ആക്ട്, അതുപോലെ തന്നെ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ആക്ട്, ഈ രണ്ട് ആക്ട് ഒക്കെ വെച്ചിട്ടുള്ളതാണ് ഈ ബാങ്ക്രപ്സി. ഒരാൾ ബാങ്ക്രപ്റ്റ്, അതായത് ഒരാൾ പാപ്പരാകുന്നു എന്ന് കാര്യം പറയുന്നത് ഈ രണ്ട് ആക്ട് വെച്ചിട്ടാണ് മെയിൻലി. എന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ലോനേക്കാളും വലുതാണ് ഫണ്ടമെന്റൽ റൈറ്റ് എന്നാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഈ ഒരു വിധി വന്നിട്ടുള്ളത്. അതായത് പാപ്പരായ ഒരു വ്യക്തി ആയിരുന്നാലും ശരി, ഫണ്ടമെന്റൽ റൈറ്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതായത് ഭാര്യക്കും, അതായത് എക്സ് ഭാര്യക്കും അതുപോലെ തന്നെ മക്കളുണ്ടെങ്കിൽ മക്കൾക്കും മെയിൻ്റനൻസ് അയാൾ കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം വേറൊരു കാര്യം കൂടി സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, ഇയാൾ ഒരുപാട് പേർക്ക് കടം കൊടുക്കാനുണ്ടാവും, അതുകൊണ്ടാണ് ഇയാൾ പാപ്പരായിട്ടുള്ളത്, ബാങ്ക്രപ്സി വന്നിട്ടുള്ളത്. എന്നാൽ ഇയാൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഫസ്റ്റ് നമ്പർ 1 ഇയാൾ കടം കൊടുക്കേണ്ട ആൾ എന്ന് പറയുന്നത് ഈ ഭാര്യയും മക്കൾക്കുള്ള മെയിൻ്റനൻസ് ആണ്. അത് കൊടുക്കുന്നത് മറ്റു കടക്കാർക്ക് ആർക്കും അത് തടയാൻ പറ്റില്ല എന്നാണ്, അത് ഒപ്പോസ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക, ആൻഡ് ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.